തണുപ്പും ഏകാന്തതയുമുള്ള രാത്രിയായിരുന്നെങ്കിലും തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റിനുള്ളിൽ അവനും അവളും പരസ്പരം എതിരായി ഇരുന്നു. ട്രെയിൻ പാളത്തിലൂടെ കുതിക്കുമ്പോൾ അവർ സംസാരിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചു. രാത്രിയായപ്പോൾ കമ്പാർട്ട്മെന്റ് ഏതാണ്ട് കാലിയായി. മറ്റു കുറച്ച് യാത്രക്കാർ മാത്രം. അവരുടെ സെക്ഷനിൽ അവനും അവളും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവർ തമ്മിലുള്ള ആകർഷണം ശക്തിപ്പെടുന്നതായി അവർക്ക് തോന്നി. ഒന്നും മിണ്ടാതെ അവൻ അവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് വലിച്ചു. അവൾ എതിർത്തില്ല, പകരം അടുത്തേക്ക് ചാഞ്ഞു. അവളുടെ ഹൃദയം ആവേശത്താൽ മിടിക്കാൻ തുടങ്ങി. അവർ ആവേശഭരിതമായ ഒരു ചുംബനം പങ്കിട്ടു. ട്രെയിനിന്റെ താളാത്മകമായ ചലനം സുഖത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. അവൻ അവളുടെ മുലകൾ ചപ്പിവലിച്ചു. നല്ല ഉറച്ച മുലകളായിരുന്നു അവളുടേത്. അവന് അത് കശക്കി ഞെരിച്ചു. അവൾ സുഖത്താൽ പുളഞ്ഞു. അവള് അവന്റെ കുട്ടനെ തൊലി ഉരിച്ച് വായിലാക്കി. ആ മുഴുത്ത കുണ്ണയെ അവൾ മുഴുവനായും അകത്താക്കി. അത് അവളുടെ തൊണ്ടയിൽ ഇടിച്ചു. അവൾ തുപ്പൽ കൊണ്ട് കൈമയം വരുത്തി കുണ്ണയെ താളത്തിൽ അടിച്ചു കൊടുത്തു. അവൻ സുഖത്താൽ ആഹ് ആ ശബ്ദത്തിൽ ഞെരങ്ങി. അവൾ അവന്റെ മുകളിൽ കയറി കാലകത്തി അവന്റെ വായിൽ പൂർവിച്ചു കൊടുത്തു. അവന് അത് നക്കി കുടിക്കാൻ തുടങ്ങി. അവളുടെ കൈയിൽ കിടന്ന് അവന്റെ കുട്ടൻ വിറച്ചു. അവൾ വേഗത കൂട്ടി. അവൾ പകുതി കുണ്ണ വായിലാക്കി നക്കി കുടിച്ചു കൈ മേലോട്ടും താഴോട്ടും ഇളക്കിക്കൊണ്ടിരുന്നു. അവൻ സുഖത്താൽ പുളഞ്ഞു. അവന്റെ നാക്ക് അവളുടെ പൂറിന്റെ ആഴങ്ങൾ തേടി. അവന്റെ വായിൽ ഒരു പുളിപ്പ് അനുഭവപ്പെട്ടു. അവൾക്ക് മൂർധന്യാവസ്ഥ വന്നു. അവളുടെ പൂർത്തേന് ചുരുത്തി. അത് അവന്റെ വായ നിറഞ്ഞു. അവന് അത് നക്കി കുടിച്ചുകൊണ്ടിരുന്നു. അവന്റെ കുണ്ണയിൽ നിന്ന് ആ നിമിഷം കൊഴുത്ത പാൽ ചീറ്റിത്തെറിച്ചു. അത് അവളുടെ മുഖത്ത് തെറിച്ചു. അവളുടെ നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങി ചുണ്ടിൽ എത്തി. അത് അവൾ നക്കി കുടിച്ചു. അവൾക്ക് അതിന്റെ രുചി ഇഷ്ടപ്പെട്ടു. അവൾ കുണ്ണ മുഴുവൻ വായിലാക്കി. അത് അവളുടെ അണ്ണാക്കിൽ സ്പർശിച്ചു. അതിൽ നിന്ന് പുറത്തുവന്ന ചൂടുപാൽ അവളുടെ ദാഹം തീർത്തു. ഒടുവിൽ നഗ്നരായി പരസ്പരം ആലിംഗനം ചെയ്ത് അവർ ഒരു ബർത്തിൽ കിടന്നുറങ്ങി. നേരം പുലരുവോളം ശരീരം ഇഴചേർന്ന ഇരുവരും ഉറങ്ങി. ആ രാത്രിയുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞു. ഇനി ഒരിക്കലും പരസ്പരം കാണില്ലെന്ന് അവനും അവൾക്കും അറിയാമായിരുന്നു. പക്ഷേ അവർ പങ്കിട്ട മാന്ത്രിക രാത്രിയിൽ അവർ സന്തോഷമുള്ളവരായിരുന്നു. വേർപിരിയുമ്പോൾ ആ ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവർ സമയത്തിനും സ്ഥലത്തിനും അതീതമായ ഒരു ബന്ധം കണ്ടെത്തി.